ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്കുപാലം ചമ്രവട്ടം ഫോൺ 049425678891. കോട്ടക്കൽ CH ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ പോലീസിന് പരാതി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചു. എങ്ങനെ അടവാക്കി? ഈ പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട മുതൽ പിടിക്കപ്പെട്ടപ്പോൾ തിരിച്ചടച്ചു. അടുത്ത തവണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമത്തിൽ കോട്ടക്കൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള CH ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിനിടെയുണ്ടായ അടിപിടിയിൽ കസേരകളും മറ്റും നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് LDF കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സന്തോഷ് കുമാർ മാമ്പുള്ളിയെ ഉപരോധിച്ചത്. MSF കൺവെൻഷനു വേണ്ടി ഓഡിറ്റോറിയം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നുവെന്ന് കൌൺസിലർമാർ പറഞ്ഞു. ഓഡിറ്റോറിയം അനധികൃതമായി വിട്ടുകൊടുത്ത നടപടി പ്രതിഷേധാർഹമാണ്. നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും പോലീസിൽ പരാതി കൊടുക്കാത്ത സെക്രട്ടറിയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നഗരസഭാ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പരിപാടി നടക്കണമെങ്കിൽ 13,000 രൂപ കൊടുത്ത് മുൻകൂറായി ബുക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ കഴിഞ്ഞ നഗരസഭയിൽ 28-ാം തീയതിക്ക് ശേഷം ഒരു പരിപാടിയുടെയും ഒരു ബുക്കിങ്ങും ഇല്ല. പകരം എന്ത് ചെയ്യാണ്? നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയർപേഴ്സൺ പറഞ്ഞു എന്നാണ് പറയുന്നത്, 2-ാം തീയതി അവധി ദിവസം ഈ ഓഡിറ്റോറിയം തുറന്നു കൊടുക്കുകയാണ്. അവിടെ ഒരുപറ്റം ആളുകൾ സംഘർഷമുണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ വിവരം അറിഞ്ഞെത്തിയ DYFയുടെ പ്രവർത്തകന്മാർ ഇത് ചോദ്യം ചെയ്ത് സമരമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി വൈകുന്നേരം 4:30 മണിക്കാണ് ഈ പൈസ അടക്കുന്നത്. ചെയർപേഴ്സൺ മുൻകൂർ അനുമതി കൊടുത്തു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതിന് മുൻകൂർ അനുമതി കൊടുക്കുക? മുൻകൂർ അനുമതി ചെയർപേഴ്സണ് മുൻകൂർ അനുമതി ഏതെല്ലാം വിഷയങ്ങളിൽ കൊടുക്കാമെന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആക്റ്റിലുണ്ട്. അതിന് പകരം ഇവിടെ DYFI സമരം നടത്തിയപ്പോൾ മാത്രമാണ് ഈ സംഗതിയിൽ പൈസ വാങ്ങുന്നത്. പൈസ വാങ്ങുക മാത്രമല്ല, അവിടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസ അടപ്പിച്ച മാത്രം പോരാ, സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയ വസ്തുവിന് പോലും നാശനഷ്ടം സംഭവിച്ചാൽ അത് വരുത്തിയവർക്കെതിരെ കേസെടുക്കണം, ക്രിമിനൽ നടപടി കേസെടുക്കണം. ഞങ്ങൾ ചോദിച്ചു, പരാതി കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുത്തിട്ടില്ല, പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സെക്രട്ടറി. ഞങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു, LDFൻ്റെ കൗൺസിലർമാർ ഉപരോധിച്ചു. ആ ഉപരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രേഖാമൂലം സെക്രട്ടറി എഴുതി തന്നു. LDFൻ്റെ കൗൺസിലർമാരുടെ ആവശ്യപ്രകാരം പോലീസിന് ഇത് സംബന്ധിച്ച നടപടികൾക്കായിട്ട് സെക്രട്ടറി കത്ത് കൊടുത്തു. പോലീസ് ഇത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പോലീസ് ചെയ്യും. അതിന് ഈ രൂപത്തിലേക്ക്, കുത്തഴിഞ്ഞ രൂപത്തിലേക്കാണ് നമ്മുടെ നഗരസഭയുടെ കാര്യം പോകുന്നത്. അടിയന്തരമായി നടപടിയെടുക്കുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. T. കബീർ, K. ദിനേശൻ, P. സരള തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഇതേ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.